തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യാന്തര ചലച്ചിത്രമേളയിൽ 19 ചിത്രങ്ങൾക്ക് കേന്ദ്ര സർക്കാർ പ്രദർശനാനുമതി നിഷേധിച്ചിരിക്കുന്നത് കടുത്ത പ്രതിഷേധത്തിന് തിരികൊളുത്തിയിരിക്കുന്നു. സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത ലോകോത്തര ചലച്ചിത്രങ്ങൾ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന്റെ പ്രത്യേക അനുമതിയോടെ മേളകളിൽ പ്രദർശിപ്പിക്കുക എന്നതായിരുന്നു ദീർഘകാലമായുള്ള കീഴ്വഴക്കം. എന്നാൽ ഈ സുപ്രധാനമായ അനുമതിയാണ് ഇത്രയധികം സിനിമകൾക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. കടുത്ത പൊതുവിമർശനം ഉയർന്നതിനെ തുടർന്ന് ചില ചിത്രങ്ങൾക്ക് പിന്നീട് അനുമതി നൽകുന്നുണ്ടെങ്കിലും ഭൂരിപക്ഷം സിനിമകൾക്കും വിലക്ക് തുടരുകയാണ്. 156 ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നൽകുകയും ഏതാനും ചില ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നൽകാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ നമ്മൾക്ക് വളരെ വ്യക്തമാണ് അക്കാഡമിയുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ പാളിച്ചകളും സംഭവിച്ചിട്ടില്ല. നമ്മൾ മുൻകൂട്ടി പ്രദർശനാനുമതിക്ക് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യാതിരുന്നത് കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും വളരെ കൃത്യമായി മനസ്സിലാവുന്ന കാര്യമാണ്. നമ്മൾ കൃത്യമായി സബ്മിറ്റ് ചെയ്തുകൊണ്ടാണല്ലോ 156 സിനിമകൾക്ക് പ്രദർശനാനുമതി ലഭിച്ചതും ഏതാനും ചില സിനിമകൾക്ക് പ്രദർശനാനുമതി നിഷേധിച്ചതും. അത് ഏതാനും ചില ഉദ്യോഗസ്ഥരുടെ പിഴവായിട്ടും നമ്മൾ കാണുന്നില്ല. അത് കൃത്യമായ രാഷ്ട്രീയമാണ്. നമ്മുടെ IFFKയെ തകർക്കാനായിട്ടുള്ള കൃത്യമായ അജണ്ടയായിട്ട് തന്നെയാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത്. പാലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രദ്ധേയമായ സിനിമകൾ ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. ഇതിലെല്ലാം ഏറ്റവും പരിഹാസ്യമായ നടപടി സ്പാനിഷ് ചിത്രമായ ബീഫിന് ആദ്യം പ്രദർശനാനുമതി നിഷേധിച്ചതാണ്. ഈ സിനിമയ്ക്ക് ഭക്ഷണമായ ബീഫുമായി യാതൊരു ബന്ധവുമില്ല. സംഘപരിവാർ രാഷ്ട്രീയം ബീഫ് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ പ്രകടിപ്പിക്കുന്ന അസ്വസ്ഥതയുടെയും തെറ്റിദ്ധാരണയുടെയും ഫലമാണ് ഈ നടപടി എന്ന് വ്യക്തമാണ്. ഇത് കലയുടെ നേർക്കുള്ള കടന്നാക്രമണമാണ്. ഇത് തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി. പക്ഷെ കേരളത്തിലേക്ക് പതുക്കെ പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പേ കൽക്കത്ത ഫിലിം ഫെസ്റ്റിവലും സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേ അനുഭവമാണ് ഇന്നിപ്പോൾ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഡൽഹിയിലുള്ള കുറച്ച് ഉദ്യോഗസ്ഥന്മാർ അവർക്ക് എന്താണ് ബാറ്റിൽഷിപ്പ് പൊട്ടൻകിൽ എന്നതുപോലും അറിയില്ല. കാരണം 100 വർഷം തികയുകയാണ് ആ സിനിമയുടെ. ലോകം മുഴുവൻ സിനിമാ വിദ്യാർത്ഥികൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മാസ്റ്റർ സിനിമയാണ് ബാറ്റിൽഷിപ്പ് പൊട്ടൻകിൽ. ആ സിനിമ പോലും കാണിക്കാൻ പാടില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ നാട് അധപ്പതിക്കുന്നു എന്നത് ഇനി വരാൻ പോകുന്ന ഒരു വലിയ ദുരന്തത്തെ സൂചിപ്പിക്കുകയാണ്. കാരണം ഈ ജനകീയ ചലച്ചിത്രോത്സവത്തെ ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കിയാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും ഉയർന്നു വരണം. കലയുടെയും സംസ്കാരത്തിന്റെയും മേൽ BJP ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യ ധ്വംസനത്തിന്റെ ഭീകരമായ ഒരു ഉദാഹരണമാണ് ഈ ചലച്ചിത്രമേളയിൽ കാണുന്നത്. ഇന്ത്യയിലെ ഭരണകൂടത്തെ നയിക്കുന്നത് അങ്ങേയറ്റം സങ്കുചിതവും ജനാധിപത്യ വിരുദ്ധവുമായ ഒരു രാഷ്ട്രീയമാണ്. ഈ സമീപനം ലോകത്തിനു മുന്നിൽ രാജ്യത്തെ നാണം കെടുത്തുക മാത്രമല്ല, രാജ്യം ഇന്ന് നേരിടുന്ന പ്രതിസന്ധിയുടെ ആഴം എത്രത്തോളമുണ്ടെന്ന് വെളിവാക്കുകയും ചെയ്യുന്നു. കല, സാഹിത്യം, നാടകം, സിനിമ, കവിത എന്നിവയെല്ലാം ഭരണകൂടത്തെ ഭയപ്പെടുത്തുകയും കലയുടെയും സംസ്കാരത്തിന്റെയും മണ്ഡലത്തിൽ ഭരണകൂടം തങ്ങളുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ ഒരു പുരോഗമന സമൂഹത്തിന് എങ്ങനെയാണ് നിലനിൽക്കാൻ സാധിക്കുക? സാംസ്കാരിക മേഖലയിലേക്ക്, പ്രത്യേകിച്ച് സിനിമയിലേക്ക് ഈ ഫാസിസ്റ്റ് ഭരണകൂടം നടത്തുന്ന കടന്നുകയറ്റം ഇത് വളരെ വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ്. സിനിമയെ സ്നേഹിക്കുന്നവർ മാത്രമല്ല, എല്ലാ ബഹുജനങ്ങളും ഇത് വലിയൊരു അടിയന്തര സൂചനയായി കണ്ടുകൊണ്ട് തന്നെ ഇതിന് എതിരായിട്ടുള്ള നിലപാട് എടുക്കേണ്ടത് ഒരു ജനാധിപത്യ സംവിധാനത്തിലുള്ള ഒരു രാജ്യം എന്നുള്ള നിലയിൽ നമ്മുടെ കടമയായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം മനുഷ്യരെ നല്ല മനുഷ്യരാകാൻ പ്രേരിപ്പിക്കുന്ന, കൂടുതൽ ചരിത്രബോധമുള്ളവരാക്കാൻ മാറ്റുന്ന, കൂടുതൽ സാംസ്കാരികമായ ഉണർവുണ്ടാക്കാൻ സഹായിക്കുന്ന സിനിമകളാണ് ഇതെല്ലാം വരുന്നത്. ഇപ്പോൾ ലോകം മുഴുവനാണ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് ഒരു ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ. അപ്പോൾ ഈ ഒരു ബാറ്റിൽഷിപ്പ് പോലുള്ളൊരു സിനിമയെ നിരോധിച്ചു എന്ന് പറയുന്നത് തന്നെ ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യക്ക് തലകുനിച്ച് നാണം കെട്ട് നിൽക്കേണ്ടി വരും. പക്ഷേ ഇത് നിരോധിച്ചു, ഇതിന് അനുമതി ഇല്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് ഈ പടത്തിന് പേരേ കേട്ടിട്ടുണ്ടാവില്ല. അവർക്ക് സിനിമയുടെ ചരിത്രം അറിഞ്ഞൂടാ, ലോകത്തെ മികച്ച സിനിമാ ചലച്ചിത്രം അറിഞ്ഞൂടാ. ഫാസിസം വരുന്നു എന്ന കേവലമായ പ്രവചനങ്ങളല്ല, മറിച്ച് ഫാസിസം രാജ്യത്തെ വരിഞ്ഞു മുറുക്കിക്കഴിഞ്ഞു എന്ന ഞെട്ടിക്കുന്ന തിരിച്ചറിവാണ് ഇത്തരം സംഭവങ്ങൾ നമുക്ക് നൽകുന്നത്. ഈ യാഥാർത്ഥ്യങ്ങൾ ഒരു സമൂഹമെന്ന നിലയിൽ നമ്മെ ആകുലപ്പെടുത്തുന്ന ചോദ്യങ്ങളായി മുന്നിൽ നിൽക്കുന്നു. നിർഭയമായി സാമൂഹ്യ ഇടപെടലുകൾ നടത്താൻ പുതിയ തലമുറയ്ക്ക് അവസരമുണ്ടാകുമോ? സമൂഹത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള തീക്ഷ്ണമായ രചനകൾ ഉണ്ടാകുമോ?
ഭരണകൂടങ്ങളെ നിർദ്ദയം വിമർശിക്കുകയും തിരുത്തുകയും ചെയ്യുന്ന കലാസൃഷ്ടികൾ ഉണ്ടാകുമോ? ഈ ചോദ്യങ്ങൾ നാം നമ്മോടും സമൂഹത്തോടും ഉറക്കെ ആവർത്തിച്ച് ചോദിക്കേണ്ടതുണ്ട്. ഇതിനുള്ള ഉത്തരം ഫാസിസ്റ്റ് സമീപനങ്ങൾക്കെതിരെ യോജിച്ച പോരാട്ടങ്ങൾ അല്ലാതെ മറ്റൊന്നുമല്ല. നമ്മൾ വർഷങ്ങളായി ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നതാണ്. ഈ ഫെസ്റ്റിവലിന് സെൻസർ എക്സംഷനാണ് നമ്മൾ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിക്ക് സംഭവിക്കുന്നത്. കഴിഞ്ഞ വർഷം കൊടുത്തതുപോലെ അതേ ടൈം ലൈനിലാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇക്കുറി നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ക്ലിയറൻസ് നമ്മുടെ മേളയിലെത്തുന്ന അതിഥികൾക്ക് ലഭിക്കുന്നത് നമുക്ക് നവംബർ 2-നാണ്. അതായത് ആ നവംബർ 2-ന് നമുക്ക് നമ്മുടെ ആരൊക്കെയാണ് നമ്മുടെ മേളയിൽ എത്തുന്നത് എന്ന് നമ്മൾ തീരുമാനം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവരുടെ സിനിമകളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് 3-ാം തീയതി തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ നമുക്ക് 7 ദിവസം കൊണ്ട് നമുക്ക് സെൻസർ എക്സംഷൻ കിട്ടി. ഇപ്പോൾ നമ്മൾ 154 ചിത്രങ്ങൾ ആദ്യം കിട്ടി, പിന്നീട് 14 ചിത്രങ്ങൾ കിട്ടി. ഈ പറഞ്ഞ 19ഓളം ചിത്രങ്ങളിൽ 15ഓളം ചിത്രങ്ങൾക്കാണ് ഇനി പ്രദർശന അനുമതി ലഭിക്കാനുള്ളത്. പക്ഷേ സർക്കാർ ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം എന്ന് പറയുന്നത് ഈ ചലച്ചിത്രമേളയിൽ എത്തിയിരിക്കുന്ന പ്രതിനിധികളുടെ സിനിമ കാണാനുള്ള അവകാശം സംരക്ഷിക്കുകയാണ്. എല്ലാ പ്രദർശനങ്ങളും ഷെഡ്യൂൾ പ്രകാരം നടത്തുന്നതിന് നമ്മുടെ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ചലച്ചിത്ര അക്കാദമിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചലച്ചിത്ര അക്കാദമി അത് നടപ്പിലാക്കാനുള്ള പരിശ്രമം നടത്തുകയാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിലും കേരളം പുരോഗമന ജനാധിപത്യ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്നു എന്നത് അഭിമാനകരമാണ്. പ്രദർശനാനുമതി നിഷേധിച്ച ലോകോത്തര സിനിമകൾ മേളയിൽ പ്രദർശിപ്പിക്കുമെന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും വഴങ്ങില്ലെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരായ പോരാട്ടങ്ങൾക്ക് കരുത്തു പകരുന്നതും ജനാധിപത്യമോദം മറ്റാത്ത സമൂഹത്തിന് പ്രതീക്ഷ നൽകുന്നതുമായ ഒരു നിലപാടാണിത്.